ആൻഡ്രൂസ് പുറത്തുനിന്നും കതക് പൂട്ടിപ്പോയ ശേഷം സാറ ആ മുറിയിൽ തന്നെ ഇരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും പോയി. ഇനി ആദത്തെ എങ്ങനെ വിവരം അറിയിക്കുമെന്ന് ഒരു വഴിയുമില്ലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആദം വീട്ടിൽ തന്നെ ഇരിപ്പായി. താൻ അവളെ കണ്ടാൽ അവൾക്ക് പ്രശ്നം വേണ്ടെന്ന് കരുതി. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ട് പോലും അവൻ അവളെ കാണാൻ ശ്രമിച്ചില്ല. അവൾക്കൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി. അലക്സാണ്ടർ മുതലാളി പറഞ്ഞതുപോലെ പണം കൈമാറിയതോടെ ആൻഡ്രൂസ് പുതിയ വീടിന്റെ കാര്യങ്ങൾ, സാറയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. സാറയെ അവർ മുറിക്ക് പുറത്തിറങ്ങാനോ ആരോടും സംസാരിക്കാനോ അനുവദിച്ചതേയില്ല. സ്കൂളിലും വിട്ടില്ല. ഔദക്കുട്ടിക്ക് മകളുടെ അവസ്ഥ കണ്ട് വിഷമമുണ്ടായിരുന്നെങ്കിലും മകന്റെയും ഭാര്യയുടെയും വാശിക്ക് മുൻപിൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് ആൻഡ്രൂസ് തൻ്റെ കൂട്ടുകാരനായ സെബാസ്റ്റ്യനെ കൊണ്ട് സാറയെ പെണ്ണ് കാണിക്കാൻ തീരുമാനിക്കുന്നത്. നാട്ടിൽ വലിയ സൽപ്പേരൊന്നുമുള്ള ആളല്ല സെബാസ്റ്റ്യൻ. എപ്പോഴും കവരയിലും ഷാപ്പിലുമൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്. എങ്കിലും ആൻഡ്രൂസ് മുൻകൈ എടുത്തു കൊണ്ടുവന്നത് കൊണ്ട് അവരാരും എതിർപ്പ് പറഞ്ഞില്ല. അന്ന് ഉച്ചയോട് കൂടിയാണ് സെബാസ്റ്റ്യനും അപ്പനും കൂടി ബൈക്കിൽ വന്നത്. വണ്ടി മുറ്റത്ത് നിർത്തിയപ്പോൾ തന്നെ ആൻഡ്രൂസ് ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. വാടാ സെബാസ്റ്റ്യ, കയറിയിരിക്കെ. ആൻഡ്രൂസ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ ഉമ്മറത്തെ കസേരകളിലേക്കിരുന്നു. സെബാസ്റ്റ്യന്റെ അപ്പൻ ഔദക്കുട്ടിയോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും ഔദക്കുട്ടിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. മകളെ ഇങ്ങനെയൊരുത്തൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നതിൻ്റെ വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അയാളുടെ സങ്കല്പം. പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കമ്മച്ചി, ആൻഡ്രൂസ് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അകത്തെ മുറിയിൽ സാറ കട്ടിലിന്റെ അരികിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന മകളെ ശോശാമ്മ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക് സാറേ, അവര് വന്നിട്ട് കുറെ നേരമായി. ചായയും എടുത്ത് അങ്ങോട്ട് ചെല്ലാം. ശോശാമ്മ പതിഞ്ഞ ശബ്ദത്തിൽ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് വയ്യ അമ്മച്ചി, ഞാൻ വരുന്നില്ല. ഒന്ന് പറയാമ്മച്ചി, ഇനി ഞാൻ കാണില്ലെന്ന് സാറ വിറയ്ക്കുന്ന ശബ്ദത്തിൽ കെഞ്ചി. ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കല്ലേ പെണ്ണെ. ആൻഡ്രൂസ് അറിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകും. മര്യാദയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ശോശാമ്മ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നീക്കി. അവൾ നിസ്സഹായിയായി. താൻ ഒറ്റയ്ക്കാണ്. തനിക്ക് വേണ്ടി നിലകൊള്ളാൻ ആരുമില്ലെന്ന് അവൾ മനസ്സിലാക്കി. ഒരു വിധത്തിലാണ് സാറ ചായക്കപ്പും പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നത്. അവളുടെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. തല താഴ്ത്തി പിടിച്ചാണ് അവൾ ചെന്നതെങ്കിലും സെബാസ്റ്റ്യന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നില്ല. അവളുടെ വേഷത്തെയും ശരീരത്തെയും ഉടലഴകുകളെയും ഒരു നോട്ടത്തോടെ അവൻ അളക്കുകയായിരുന്നു. ആ നോട്ടത്തിൽ മോശമായ പല ചിന്തകളും ഉണ്ടെന്ന് സാറയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൾക്ക് അവിടെ നിൽക്കാൻ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയും അറപ്പും തോന്നി. ചായ വാങ്ങിക്കൊടു, ആൻഡ്രൂസ് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ മുന്നോട്ടാഞ്ഞ് സാറയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി. വാങ്ങുന്നതിനിടയിൽ അവൻ മനഃപൂർവ്വം അവളുടെ വിരലുകളിൽ അമർത്തി പിടിച്ചു. പെട്ടെന്നുണ്ടായ ആ സ്പർശനത്തിൽ സാറ കൈ പിന്നോട്ട് വലിച്ചപ്പോൾ ചായ ഒരൽപ്പം താഴേക്ക് പോയി. നോക്കി ചെയ്യടി, ആൻഡ്രൂസ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഏയ് സാരമില്ല ആൻഡ്രൂസേ, സാരമില്ല. സെബാസ്റ്റ്യൻ ഒരു കള്ളച്ചിരിയോടെ സാറയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കല്യാണത്തിന് മുൻപ് തന്നെ അവളുടെ ശരീരത്തെക്കുറിച്ച് മാത്രമാണ് അവൻ്റെ വശപ്പിശകായ ചിന്ത. മനസ്സാൽ അവളെ അവൻ ഭോഗിച്ചു കഴിഞ്ഞിരുന്നു. ആ കാഴ്ചയിൽ തന്നെ അവൻ്റെ മനസ്സിൽ ആ നിമിഷം അവളെ വേഗം സ്വന്തമാക്കണമെന്ന ചിന്ത ഓടി മറഞ്ഞു. സാറയ്ക്ക് അവിടെ നിൽക്കാൻ ഒട്ടും തോന്നിയില്ല. അവൾ ചായക്കപ്പുകൾ അവിടെ വെച്ച ശേഷം അകത്തെ മുറിയിലേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീരൊഴുകാൻ തുടങ്ങിയിരുന്നു. സാറ അകത്തേക്ക് പോയ ഉടനെ തന്നെ ഉമ്മറത്തെ കാര്യങ്ങൾ ഉറപ്പിച്ചു. സെബാസ്റ്റ്യനും അപ്പനും വലിയ താല്പര്യത്തോടെയാണ് സമ്മതം മൂതിയത്. ആൻഡ്രൂസ് ഉദ്ദേശിച്ചതുപോലെ തന്നെ അടുത്ത മാസം ആദ്യം തന്നെ കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു. അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൻഡ്രൂസ് അകത്തേക്ക് വന്നു. കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. അടുത്ത മാസം 10-നകം കല്യാണമുണ്ടാകും. ഇനി നീയായിട്ട് അതിലൊരു മാറ്റം വരുത്താൻ നോക്കണ്ട, അവൻ സാറയോട് കർശനമായി പറഞ്ഞു. സാറ ഒന്നും മിണ്ടിയില്ല. പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ മറ്റൊരു ചിന്ത രൂപപ്പെടുന്നുണ്ടായിരുന്നു.
ഇത്രയും കാലം താൻ കാരണം കുടുംബത്തിനൊരു ദ്രോഹവും വരരുതെന്ന് കരുതിയാണ് അവൾ ഒതുങ്ങി നിന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തം സന്തോഷത്തിനായി തന്നെ വിൽക്കാൻ മടിയില്ലാത്ത ഈ വീട്ടുകാരെ ഓർത്ത് ഇനി തൻ്റെ ജീവിതം കളയേണ്ടതില്ലെന്ന് അവൾ ഉറപ്പിച്ചു. ഓടിപ്പോയാലോ? തൻ്റെ പ്രാണന്റെ അരികിലേക്ക്. ആ നെഞ്ചിൽ ചാഞ്ഞ് തൻ്റെ വേദനയുടെ കടൽ ഇറക്കി വെക്കാൻ തോന്നുന്നു. ആ കരളാളനങ്ങളിൽ തൻ്റെ വേദന മറക്കാൻ കൊതി തോന്നുന്നു. അവരിറങ്ങിപ്പോയതിനു ശേഷം സാറ മുറിക്കുള്ളിൽ വല്ലാത്തൊരു ശൂന്യതയോടെ ഇരുന്നു. ഒരു തുള്ളി കണ്ണുനീർ പോലും ഇനി ബാക്കിയില്ലെന്ന് അവൾക്ക് തോന്നി. അതേസമയം മാളികയിലെ തറവാട്ടിലെ ആ വലിയ മുറിയിൽ ആദവും ഒരു തടവുകാരനെ പോലെ കഴിയുകയായിരുന്നു. അപ്പൻ ഏർപ്പെടുത്തിയ ആളുകൾ വീടിന് ചുറ്റും കാവലുണ്ടായിരുന്നത് കൊണ്ട് അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. തന്നെ പേടിച്ചല്ല, അവളുടെ സുരക്ഷയോർത്ത്. അന്ന് വൈകുന്നേരം മുറിയിലേക്ക് ചായയുമായി വന്നത് ചെറുപ്പം മുതലേ ആദത്തെ നോക്കി വളർത്തിയ ആ വീട്ടിലെ പഴയ ജോലിക്കാരി മറിയാമ്മച്ചിയായിരുന്നു. അലക്സാണ്ടറിൻ്റെയും ഭാര്യയുടെയും സംസാരത്തിൽ നിന്നും പലതും അവർക്ക് മനസ്സിലായിരുന്നു. പോരാത്തതിന് അവർ സാറയുടെ വീട്ടിലെ അയൽവക്കത്തെ കൂടിയാണ്. ആദത്തിൻ്റെ ഈ കിടപ്പ് കണ്ട വൃദ്ധയുടെ മനസ്സും വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ചായ മേശപ്പുറത്ത് വെച്ചിട്ട് മറിയാമ്മച്ചി പുറത്തേക്ക് നോക്കി. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, കുഞ്ഞെ, മോൻ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാ. ആദം പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. എന്താ മറിയാമ്മച്ചി, എന്താ ഉണ്ടായത്? അലക്സാണ്ടർ മുതലാളി ആ ആൻഡ്രൂസിന് വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു. പണം കിട്ടിയതും അവൻ സാറ കൊച്ചിനെ വേറെ കല്യാണം ഉറപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ആ കവലയിലെ ഷാപ്പിൽ കിടക്കുന്ന സെബാസ്റ്റ്യൻ ഇല്ലേ, അവനും അപ്പനും കൂടി വന്ന് പെണ്ണ് കണ്ടുപോയി. അടുത്ത മാസം 10-ന് കല്യാണം നടത്താനാണ് അവർ ഉറപ്പിച്ചിരിക്കുന്നത്. കൊച്ചിനെ ആ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. മറിയാമ്മച്ചിയുടെ വാക്കുകൾ കേട്ടതും ആദത്തിൻ്റെ തലയിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. തൻ്റെ സാറയെ ആ തെമ്മാടിയായ സെബാസ്റ്റ്യന് വിട്ടുകൊടുക്കാനോ? അവനപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അപ്പനെയും അവിടുത്തെ കാവൽക്കാരെയും ഭയന്ന് ഇനി ഇവിടെ ഇരുന്നാൽ തൻ്റെ പെണ്ണിനെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. താൻ പ്രവർത്തിക്കേണ്ട സമയമായെന്ന് അവൻ്റെ അന്തരംഗം മന്ത്രിച്ചു. സ്നേഹിച്ച പെണ്ണിനെ ചേർത്ത് പിടിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തേലും ചെയ്യണം. തൻ്റെ സുഹൃത്ത് ജിംസൺ ഡൽഹിയിൽ ഉണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകാം, അവളെയും കൊണ്ട്. അവിടെ ചെന്നൊരു ജോലി കണ്ടെത്താം. പതിയെ പ്രശ്നങ്ങൾ മാറുമ്പോൾ അവളുമായി നാട്ടിലേക്ക്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു അവൻ. അന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ വീട് മുഴുവൻ ഉറക്കത്തിലായി നിമിഷം. ആദം ആരും കാണാതെ പുറത്തേക്ക് നോക്കി. കാവൽക്കാർ ഉമ്മറത്തെ തിണ്ണയിൽ ഇരുന്നുറങ്ങുകയായിരുന്നു. അവൻ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ പിൻവാതിൽ വഴി പുറത്തേക്ക് ചാടി. പറമ്പിലെ തെങ്ങിൻ കൂട്ടങ്ങൾക്കിടയിലൂടെ ആരും കാണാതെ അവൻ മതിൽ ചാടി റോഡിലേക്ക് ഇറങ്ങി. ബുള്ളറ്റ് വീട്ടിലിരിപ്പുണ്ടായിരുന്നെങ്കിലും അതിൽ ശബ്ദം കേട്ടാൽ എല്ലാവരും ഉണരുമെന്നത് കൊണ്ട് അവൻ ഇരുട്ടിലൂടെ നടന്നു. ആ സമയം സാറ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ശൂന്യമായി ഇരിക്കുകയായിരുന്നു അവൾ. പെട്ടെന്നാണ് ജനലിനപ്പുറത്തു നിന്നും ഒരു കൊട്ട് കേട്ടത്. അവളുടെ ഉള്ളം ഒന്ന് തുടിച്ചു. അവൾ ജനലിലേക്ക് അടുത്തു ചെന്നു. അത് തുറന്നു. നിലാവെളിച്ചത്തിൽ വിയർത്തു കുളിച്ച് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി നിൽക്കുന്ന ആദത്തെ കണ്ടതും അവളുടെ ശ്വാസം നിലച്ചുപോയി. ഇച്ഛായ, അവൾ ശബ്ദം പുറത്തു വരാതെ വിളിച്ചു. സാറേ. ആദം ജനലഴികളിലൂടെ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കി മൗനമായി എന്തൊക്കെയോ സംവേദിച്ചു. എന്നെ മറന്നോ എന്ന് പരിഭവിച്ചു. അവളുടെ കോലം കണ്ടതേ അവൻ തകർന്നു. തൻ്റെ പെണ്ണ് വല്ലാതെ ഉലഞ്ഞു പോയെന്ന് അവന് മനസ്സിലായി. നെഞ്ചു നീറി. അവളെ ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് വിട്ടുകൊടുത്ത തന്നോട് സ്വയം പുച്ഛം തോന്നിയവന്. മോളെ, ഞാൻ എല്ലാം അറിഞ്ഞു. ആ സെബാസ്റ്റ്യനുമായി നിന്റെ കല്യാണം അവർ ഉറപ്പിച്ചുവെന്ന് മറിയാമ്മച്ചി പറഞ്ഞു. എനിക്ക് നിന്നെ ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല. നീ ഇപ്പം എൻ്റെ കൂടെ ഇറങ്ങി വരണം. വേറെ ഒന്നും ആലോചിക്കേണ്ട. സാറെ അവനെ നോക്കി. തന്നെ വിൽക്കാൻ നോക്കുന്ന കുടുംബത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളെല്ലാം ആ നിമിഷം അവളിൽ നിന്നും പെയ്തു തീർന്നിരുന്നു. അവൾക്കിനി ആദത്തിൻ്റെ കൂടെ പോകാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ വരാച്ചായ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, അവൾ ദൃഢതയോടെ പറഞ്ഞു. അവനോടൊപ്പം ജീവിക്കാൻ ഹൃദയം തുടിക്കുന്നു. ജനലിൻ്റെ തടസ്സമുള്ളത് കൊണ്ട് തന്നെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങാൻ അവൻ അവളോട് ആംഗ്യം കാണിച്ചു. സാറ പതുക്കെ മുറിയുടെ ഉൾഭാഗത്തെ വാതിൽ തുറന്നു. ഹാള് കടന്ന് അടുക്കളവാതിലിൻ്റെ കുറ്റി അത്രയും ശബ്ദം കുറച്ച് അവൾ മാറ്റിയെടുത്തു. വാതിൽ തുറന്ന് അവൾ മുറ്റത്തെ ഇരുട്ടിലേക്ക് ആദത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അരികിലെത്തിയതും അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു.
കണ്ണുനീർത്തുള്ളികളാൽ അവൻ്റെ ഷർട്ട് നനഞ്ഞു. അവനും അവളെ തന്നിലേക്ക് അണച്ചു. ആ നെറ്റിയിൽ ചുംബിച്ചു. അവൾ അവൻ്റെ മുഖം കൈകളിലെടുത്ത് തുരുതുരാ ചുംബിച്ചു. ഒപ്പം മിഴികൾ നനഞ്ഞു. ചുംബനത്തിൻ്റെ ഉപ്പുരസം കലർന്നു. വാ പോകാം. അവൾ തലയാട്ടി അവനൊപ്പം നടക്കാൻ ഒരുങ്ങി. ആദം അവളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയതേയുള്ളൂ. പെട്ടെന്നാണ് മുറ്റത്തെ ലൈറ്റ് തെളിഞ്ഞത്. ആരാടാ അവിടെ? അടുക്കള ഭാഗത്തു നിന്നും എന്തോ ശബ്ദം കേട്ട് ഉണർന്നു വന്ന ആൻഡ്രൂസ് ആയിരുന്നു അത്. ലൈറ്റ് വെളിച്ചത്തിൽ ആദത്തെയും സാറയും ഒരുമിച്ച് കണ്ടതും അവൻ്റെ നിയന്ത്രണം പോയി. അവൻ ഒരൊറ്റ പാച്ചിലിന് വന്ന് സാറയുടെ കയ്യിൽ ബലമായി കയറി പിടിച്ചു. ഡി പിഴച്ചവളെ, രാത്രിയിൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നോക്കുന്നോടി. ആൻഡ്രൂസ് അവളെ ക്രൂരമായി പിന്നിലേക്ക് വലിച്ച് അകത്തേക്ക് തള്ളി. അച്ചാച്ച എന്നെ വിട്, ഞാൻ പോകും ആ കൂടെ. സാറയ നിമിഷം സർവശക്തിയും എടുത്ത് ആൻഡ്രൂസിന്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചു. എടാ ആൻഡ്രൂസെ, അവളുടെ കയ്യിൽ നിന്ന് വിടടാ. ആദം ആൻഡ്രൂസിന്റെ നേരെ അടുത്തു വന്നു. പക്ഷെ ആൻഡ്രൂസ് സാറയെ വീടിന്റെ അകത്തേക്ക് വലിച്ച് വാതിൽ അപ്പാടെ അടച്ചു കളഞ്ഞു. അകത്തു നിന്നും വാതിലിൽ തല്ലിക്കരയുന്ന സാറയുടെ ശബ്ദം മാത്രമാണ് പുറത്തേക്ക് കേട്ടത്. ആദം ആ അടഞ്ഞ വാതിലിന് മുന്നിൽ തകർന്നു പോയി നിന്നു. ആൻഡ്രൂസ് സാറയെ അകത്തേക്ക് വലിച്ച് അവളുടെ മുറിയിലേക്ക് തള്ളി. കതക് പുറത്തുനിന്ന് പൂട്ടി. അകത്തിരുന്നവൾ കതകിൽ തല്ലി കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ദേഷ്യത്തോടെ പല്ലും കടിച്ചുകൊണ്ട് ആൻഡ്രൂസ് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങിപ്പോടാ എൻ്റെ മുറ്റത്ത് നിന്ന്. ഇനി നീ ഇവിടെ വന്ന് എൻ്റെ പെങ്ങളെയും കൊണ്ടുപോകാൻ നോക്കിയാൽ നിന്നെ ഞാൻ ജീവനോടെ വെക്കില്ല. ആൻഡ്രൂസ് ആദത്തിന് നേരെ കൈ ചൂണ്ടി ആക്രോശിച്ചു. പക്ഷെ ഇത്തവണ ആദം ഒട്ടും ഭയന്നില്ല. അവൻ ആൻഡ്രൂസിന്റെ നേരെ ഒരടി മുന്നോട്ട് വെച്ചു. നിന്റെ പണത്തോടുള്ള ആർത്തിക്ക് വേണ്ടി നീ അവളെ വിൽക്കാൻ നോക്കുവല്ലോടാ. ഇനി ഞാൻ നോക്കി നിൽക്കില്ല, ആദം പറഞ്ഞു. തീരുന്നതിന് മുൻപ് ആൻഡ്രൂസ് അവന് നേരെ കൈയൊങ്ങി. എന്നാൽ ഇത്തവണ ആദം ഒഴിഞ്ഞു മാറി. ആൻഡ്രൂസിന്റെ കൈ വീശിയടിച്ച വായുവിൽ ഒടുങ്ങിയതേയുള്ളൂ. അടുത്ത നിമിഷം ആദത്തിന്റെ വലം കൈ ആൻഡ്രൂസിന്റെ കവിളിൽ അലറി പതിച്ചു. ആടികൊണ്ട് ആൻഡ്രൂസ് മുറ്റത്തെ മണ്ണിലേക്ക് തെറിച്ചു വീണു. ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞതും അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ആദത്തിന് നേരെ പാഞ്ഞു. ആദത്തിന്റെ അടുത്ത ചവിട്ടിൽ അവൻ വീണ്ടും പിന്നോട്ട് നീങ്ങി. കൂടുതൽ അടിപിടിക്ക് നിൽക്കാതെ ആൻഡ്രൂസ് വേഗം തടിയും തപ്പി അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ആദം ഉമ്മറപ്പടിയിലേക്ക് കയറി അടഞ്ഞ വാതിലിൽ ശക്തമായി തട്ടിക്കൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു, സാറാ നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇറങ്ങി വാടി. നമുക്കൊരുമിച്ച് ജീവിക്കാം. ഈ ആർത്തിപ്പണ്ടാരങ്ങൾ ആര് തടഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ നിന്നെയും കാത്ത് ഇവിടെ തന്നെയുണ്ട്. അതേസമയം അകത്തെ മുറിയിൽ ആൻഡ്രൂസ് സാറയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളെ അനങ്ങാൻ സമ്മതിക്കാതെ നിർത്തിയിരിക്കുകയായിരുന്നു. ആവുതക്കുട്ടിയും ശോഷനെയും എല്ലാം ഇത് കേട്ട് ഇറങ്ങി വന്നിരുന്നു. നടന്ന സംഭവങ്ങളെല്ലാം ചുരുക്കി അവരോട് പറയുകയും ചെയ്തിരുന്നു. ആ നിമിഷം അവൻ എല്ലാം കേട്ടതും ആവുതക്കുട്ടിക്ക് വല്ലാത്തൊരത്ഭുതമായി. തൻ്റെ മകളെ അത്രത്തോളം അവൻ സ്നേഹിച്ചിരുന്നു എന്നാണ് ആ നിമിഷം അയാൾ ചിന്തിച്ചു പോയത്. സാറാ ഇറങ്ങി വാ, നീ ഇല്ലാതെ ഞാൻ പോവില്ല. ആദം നിർത്താൻ ഉദ്ദേശിക്കാതെ അലറി വിളിച്ചുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത വീടുകളിൽ നിന്നും ഒക്കെ പലരും ഇറങ്ങി നോക്കാൻ തുടങ്ങി. പുറത്ത് ആദത്തിൻ്റെ വിളി കേൾക്കുമ്പോഴും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പെട്ടെന്നാണ് അർദ്ധരാത്രിയിൽ ആകാശത്തെ ഇടിമിന്നൽ ഉണ്ടായതും വലിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങിയതും. കനത്ത മഴയിൽ ആദത്തിൻ്റെ ശബ്ദം പതിയെ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. മഴ നനഞ്ഞ ആദം ആ മുറ്റത്ത് തന്നെ നിന്നു. ദേഷ്യവും ഭയവും സഹിക്കാനാവാതെ ആൻഡ്രൂസ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ഈ അസമയത്ത് മാളികയ്ക്കലെ അലക്സാണ്ടർ മുതലാളിയെ വിളിച്ചു. ഫോൺ എടുത്തയുടൻ ആൻഡ്രൂസ് വിക്കി പറഞ്ഞു, മുതലാളി, വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ മകൻ ഇപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തുണ്ട്. അവൻ എൻ്റെ പെങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോകാൻ നോക്കുക. എന്നെ തല്ലുകയും ചെയ്തു. അവൻ ഇവിടെ നിന്ന് പോകുന്നില്ല. ഫോണിൻ്റെ മറുതലയ്ക്കൽ കുറച്ചു നേരം കനത്ത നിശബ്ദതയായിരുന്നു. അലക്സാണ്ടറുടെ ശ്വാസത്തിൻ്റെ വേഗത പോലും ഫോണിലൂടെ ആൻഡ്രൂസിനെ കേൾക്കാമായിരുന്നു. ഫോൺ ആ കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കുക, എനിക്ക് അവളോട് സംസാരിക്കണം, അലക്സാണ്ടർ കൽപ്പിച്ചു. ആൻഡ്രൂസ് വേഗം സാറയുടെ അടുത്തേക്ക് ചെന്ന് ഫോൺ അവളുടെ കാതിലേക്ക് നിർബന്ധിച്ച് വെച്ചു കൊടുത്തു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ വാങ്ങി. ഹലോ. സാറയുടെ ശബ്ദം ഇടറിയിരുന്നു. ഫോണിലൂടെ അലക്സാണ്ടറുടെ തണുത്ത ക്രൂരമായ ശബ്ദം കേട്ടു. കൊച്ചെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ ഇപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ നാളെ വെളുക്കുമ്പോൾ എൻ്റെ മകൻ ആദത്തിൻ്റെ ശവം മാത്രമായിരിക്കും നീ കാണുന്നത്. സ്വന്തം കുടുംബത്തിൻ്റെ അന്തസ്സ് തകർക്കാൻ നോക്കുന്നത് എൻ്റെ സ്വന്തം മകനാണെങ്കിൽ പോലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. അവനെ കൊന്നുകളയാൻ എനിക്കൊരു മടിയുമില്ല. അത്രയും പറഞ്ഞ് അലക്സാണ്ടർ ഫോൺ കട്ട് ചെയ്തു.
ആ വാക്കുകൾ കേട്ടതും സാറയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മാളികയ്ക്കൽ മുതലാളി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു. താൻ കാരണം ഇച്ചായൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ വേദനിപ്പിച്ചു. പുറത്ത് കനത്ത മഴയത്ത് തനിക്കായി കാത്തു നിൽക്കുന്ന ആദത്തെ ഓർത്ത് അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. മഴ പെയ്തു തോർന്ന് നേരം വെളുത്തു തുടങ്ങിയപ്പോഴേക്കും ആദം അവിടെ നിന്നും മാറിയിരുന്നില്ല. രാത്രി മുഴുവൻ നനഞ്ഞ് ഉറക്കമില്ലാതെ കൺപോളകൾ ചുവന്ന് അവൻ ഉമ്മറപ്പടിയിൽ തന്നെ കാത്തു നിന്നു. പുലർച്ചെ 6 മണിയോടെ ശോശാമ്മ പതുക്കെ പ്രധാന വാതിൽ തുറന്നു. കതക് തുറന്നയുടൻ മുന്നിൽ നിൽക്കുന്ന ആദത്തെ കണ്ടവർ ഞെട്ടി. ഒരു നിമിഷം പിന്നോട്ട് മാറി. കുഞ്ഞെ, നീ ഇതുവരെ പോയില്ലേ? ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഇവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ശോശാമ്മ അവൻ്റെ മുന്നിൽ കൈകൂപ്പി തടയാൻ ശ്രമിച്ചു. എന്നാൽ ആദം ഒന്നും മിണ്ടിയില്ല. അവരുടെ നീട്ടിയ കൈകൾ അവൻ ഒറ്റ തട്ടലിന് വശത്തേക്ക് തട്ടിമാറ്റി. എന്നിട്ട് ബലമായി ആ വീടിൻ്റെ അകത്തേക്ക് കയറി. ആ തളലിൽ ശോശാമ്മ ഭിത്തിയിലേക്ക് ഒതുങ്ങിപ്പോയി. സാറാ! അവൻ ഉറക്ക വിളിച്ചുകൊണ്ട് നേരെ സാറയുടെ മുറിയുടെ മുന്നിലേക്ക് ചെന്നു. പുറത്തു നിന്ന് വിട്ടിരുന്ന പൂട്ടവൻ ശക്തിയെടുത്ത് വലിച്ചു പൊട്ടിക്കാൻ നോക്കി. ശബ്ദം കേട്ട ആൻഡ്രൂസും ഔതക്കുട്ടിയും മൂടി വന്നെങ്കിലും ആദത്തിൻ്റെ മുഖത്തെ ആ ഭാവം കണ്ടവർക്ക് മുന്നോട്ട് വരാൻ ഭയം തോന്നി. ആദം കതകിൽ ശക്തിയായി ചവിട്ടി. 2-3 ചവിട്ടിൽ തന്നെ ആ പഴയ കതകിൻ്റെ കുറ്റി തകർന്ന് ഉള്ളിലേക്ക് തുറക്കപ്പെട്ടു. അകത്ത് കരഞ്ഞ് തളർന്ന കട്ടിലിൻ്റെ മൂലയിൽ ഇരിക്കുകയായിരുന്ന സാറ ഭയത്തോടെയും പ്രതീക്ഷയോടെയും നോക്കി. ആദം അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. സാറേ, എഴുന്നേൽക്ക്. നേരം വെളുത്തു. ഇനി ആര് തടഞ്ഞാലും നീ എൻ്റെ കൂടെ വരുന്നു. വാടി. ആദം അവളെ ബലമായി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവസാനമായി അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. ആ മഴ മുഴുവൻ അവൻ നനഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ അവൻ പുറത്തുണ്ടായിരുന്നു. ആ അറിവ് അവളെ വല്ലാതെ ഉലച്ച് കളഞ്ഞിരുന്നു. അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് അവൻ മുറിക്ക് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ സാറയുടെ മനസ്സിൽ തലേ ദിവസം രാത്രി അലക്സാണ്ടർ മുതലാളി ഫോണിൽ പറഞ്ഞ ആ ക്രൂരമായ വാക്കുകൾ മാത്രമാണ് ഓർമ്മ വന്നത്. ഇറങ്ങിപ്പോയാൽ ആദത്തിൻ്റെ ശവം കാണാം. അവളുടെ കാലുകൾ മുന്നോട്ട് ചലിക്കാൻ മടിച്ചു വിറച്ചു നിന്നു. ആദത്തിൻ്റെ കൈകളിൽ കിടന്ന സാറയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെയും വലിച്ച് ഉമ്മറത്തേക്ക് നടക്കാൻ ആഞ്ഞതും സാറ തൻ്റെ സർവ്വശക്തിയും എടുത്ത് കൈ പിന്നോട്ട് വലിച്ചു. അവൾ മുന്നോട്ടൊരടി പോലും വയ്ക്കാതെ അവിടെ തന്നെ നിന്നു. അവളുടെ മുഖത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നില്ല. സർവ്വതും തകർന്നൊരു പ്രതിമ പോലെയാണ് അവൾ ആ നിമിഷം കാണപ്പെട്ടത്. ഞാൻ വരുന്നില്ല ചായ. വളരെ പതിഞ്ഞ എന്നാൽ ഉറച്ച ശബ്ദം കേട്ടതും ആദം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവൻ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നീ എന്താ ഈ പറയുന്നത് സാറേ? ആരൊക്കെ തടഞ്ഞാലും നമുക്കൊരുമിച്ച് ജീവിക്കാൻ സാധിക്കും. പുറത്ത് ആര് തടഞ്ഞാലും ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വാടി. അവൻ വീണ്ടും അവളുടെ കൈകളിൽ പിടിച്ചു. ഇല്ല ഇച്ചായ, ഞാൻ വരില്ല. എനിക്ക് വരാൻ പറ്റില്ല. സാറ കണ്ണീരോടെ തലയാട്ടി. നിന്നെ ഇവർ പേടിപ്പിച്ചിരിക്കുവാണല്ലേ? ഈ ആൻഡ്രൂസും നിൻ്റെ അമ്മച്ചിയുമൊക്കെ ചേർന്ന് നിന്നെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ കൂടെ പോന്നാൽ മതി. ആദം ചുറ്റും നിന്ന് ആൻഡ്രൂസിനെയും ശോശമ്മയെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്കായി അവർ അത്രത്തോളം നിർബന്ധിക്കുകയായിരുന്നു. ആരും എന്നെ പേടിപ്പിച്ചതല്ല ഇച്ചായ. എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി. എനിക്ക് കൂടെ വരാൻ താല്പര്യമില്ല. ഇച്ചായൻ ഇവിടുന്ന് പൊയ്ക്കോ. എത്ര കാലം കരുതിയ ഇങ്ങനെ വാടക വീട്ടിലൊക്കെ കഴിയുന്നത്? സ്വന്തമായിട്ടൊരു വീട്ടിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് പണവും സ്വർണവും കിട്ടുമല്ലോ. ഞാൻ അതൊക്കെ കൊണ്ട് സുഖമായിട്ട് ജീവിച്ചോളാം. ഇച്ചായൻ എന്നേക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. എൻ്റെ കുടുംബത്തേക്കാൾ വലുതല്ല എനിക്ക് ഇച്ചായൻ. ഇവരൊക്കെ ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ട് ഞാൻ ഒരിക്കലും വരില്ല. പൊയ്ക്കോ. ഇനി എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടില്ല എന്നൊക്കെ വിചാരിച്ചാൽ മതി. എനിക്ക് പറ്റിയ നല്ല ഒരാളെ എൻ്റെ വീട്ടുകാർ കണ്ടുപിടിക്കും. അതാരാണെങ്കിലും ഞാൻ സമ്മതിക്കും. ഇച്ചായൻ ഇനി എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. കൈ തൊഴുതുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ ശില കണക്കെ അവിടെ നിന്നുപോയി. അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അവൻ്റെ അപ്പൻ അവനെ കൊന്നുകളയുമെന്ന ഭയം സാറയുടെ ഉള്ളിൽ തീയായി കത്തുന്നുണ്ടായിരുന്നു. അവന് വേണ്ടി, അവൻ്റെ ജീവന് വേണ്ടി മാത്രമാണ് അവൾ ആ നിമിഷം സ്വന്തം പ്രണയം നെഞ്ചുപൊട്ടി നിഷേധിച്ചത്. പക്ഷെ ആദത്തിനത് മനസ്സിലായില്ല. അവളുടെ ആ വാക്കുകൾ കേട്ടതും ആദത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സർവ്വ പ്രതീക്ഷകളും തകർന്നുപോയി. രാത്രി മുഴുവൻ മഴ നനഞ്ഞ് അവൾക്കായി കാത്തു നിന്ന തൻ്റെ പ്രണയത്തെയാണ്
അവൾ ഇത്രയും ലളിതമായി തള്ളി പറഞ്ഞത് എന്ന് അവൻ കരുതി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കൈകൾ പതിയെ അവളുടെ കൈകളിൽ നിന്നും അയഞ്ഞു മാറി. നിനക്ക് നിനക്ക് ശരിക്കും എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലേ സാറേ? ആദം ചോദിച്ചപ്പോൾ അവൻ്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാറ മറുപടിയൊന്നും പറയാതെ മുഖം തിരിച്ചു കരഞ്ഞു. അവൾ അവനെ ഒഴിവാക്കിയാൽ ചിലപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പോകും എന്ന് അവൾക്ക് തോന്നിയിരുന്നു. ശരി, ഇനി ഞാൻ നിന്റെ ജീവിതത്തിൽ ആദമുണ്ടാവില്ല. ആദത്തിൻ്റെ തൊണ്ടയിടറി. വല്ലാത്തൊരു വേദനയോടെ അവൻ അവളെ ഒന്നുകൂടി നോക്കി. ആ നോട്ടത്തിൽ പ്രണയവും അതിലേറെ വഞ്ചിക്കപ്പെട്ടവൻ്റെ സങ്കടവും ഉണ്ടായിരുന്നു. അവൻ പതിയെ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തിറങ്ങി നടന്നു പോകുന്ന ആദത്തിൻ്റെ ആ നിസ്സഹായമായ രൂപം നോക്കി സാറ ആ മുറിയുടെ ഭിത്തിയിലേക്ക് ചാരി നിലവിളിയോടെ തറയിലിരുന്നു. തൻ്റെ ജീവൻ്റെ ജീവനായ ഇച്ചായനെ അവൾക്ക് രക്ഷിക്കണമായിരുന്നു. പക്ഷെ അതിനായി അവൾക്ക് ബലി കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവിതമായിരുന്നു. ആദം ആ മുറ്റത്തു നിന്നും അകന്നു പോകുമ്പോൾ അവളുടെ പ്രണയത്തിൻ്റെ അവസാന വെളിച്ചവും അവിടെ അണയുകയായിരുന്നു. മാളികയ്ക്കൽ തറവാടിൻ്റെ ഉമ്മറത്തേക്ക് ആദം കയറി വരുമ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു. രാത്രി മുഴുവനും പെയ്ത മഴയിൽ നനഞ്ഞു കുതിർന്ന അവൻ്റെ ഷർട്ടും മുണ്ടും അപ്പോഴും ഉണങ്ങിയിരുന്നില്ല. കണ്ണുകൾ ചുവന്ന് തടിച്ചിരുന്നു. ഹാളിൽ അലക്സാണ്ടർ മുതലാളി ചായ കുടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. മകൻ മതിൽ ചാടി പോയതും അവൻ എവിടെയാണ് പോയതെന്നും അയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. തിരികെ വന്ന മകനെ അയാൾ ജയഭാവത്തോടെ നോക്കി. പക്ഷെ ആദം അപ്പനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അവൻ നേരെ തൻ്റെ മുറിയിലേക്ക് നടന്നു. അലമാര തുറന്ന് കയ്യിൽ കിട്ടിയ കുറച്ച് വസ്ത്രങ്ങൾ ഒരു ബാഗിലേക്ക് വലിച്ചിട്ടു. ആ വീട്ടിലെ ഒന്നിനോടും ഇനി അവന് ഒരു മമതയും തോന്നിയില്ല. സാർ തന്നെ തള്ളിപ്പറച്ചതിൻ്റെ വേദന മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ. ബാഗും തൂക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലക്സാണ്ടർ എഴുന്നേറ്റ് നിന്നു. നീ ഇതെങ്ങോട്ടാ ഈ ഇറങ്ങി പുറപ്പെടുന്നത്? അലക്സാണ്ടർ ഗർജിച്ചു. ആദം പടികൾ ഇറങ്ങുന്നതിന് മുൻപ് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ പണ്ടത്തെ പോലെ ഭയമായിരുന്നില്ല, വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. നിങ്ങളുടെ അന്തസ്സും പണവുമൊക്കെ നിങ്ങൾ തന്നെ അനുഭവിച്ചു. ഈ മാളികയ്ക്കലെ ഒരു തരി മണ്ണ് പോലും എനിക്കിനി വേണ്ട. അത്രയും പറഞ്ഞ് അപ്പൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആദം പടിയിറങ്ങി നടന്നു. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സാറയ്ക്കൊപ്പം അവൻ പോകില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. വേറെ എവിടെ പോയാലും അവൻ കുറച്ചു കാലം കഴിഞ്ഞ് ഇവിടേക്ക് തന്നെ വരുമെന്ന് അയാൾ വിശ്വസിച്ചു. തറവാടിൻ്റെ പടി കടന്ന് അവൻ ദൂരേക്ക് നടന്നു മറഞ്ഞു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോയത്. നാട്ടിൽ പരന്ന നാണക്കേടിൽ നിന്നും പണത്തിനോടുള്ള ആർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആൻഡ്രൂസ് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയാക്കി. ആ കല്യാണ ദിവസം വന്നെത്തി. കവലയിലെ ചെറിയ പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം. സാറ മണവാട്ടിയുടെ വേഷത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. വെള്ള സാരിയും സർവാഭരണങ്ങളുമായി അവളെ അണിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവളുടെ മുഖത്തൊരു ശവത്തിൻ്റേത് പോലെയുള്ള ഭാവമായിരുന്നു. കരഞ്ഞു തീർത്ത കണ്ണുകളിൽ ഇപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് പോലുമില്ല. ഔതക്കുട്ടിയോടല്ലാതെ വീട്ടിൽ ആരോടും അവൾ സംസാരിച്ചിട്ട് പോലുമില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവളെ കണക്ക് പറഞ്ഞ് വിൽപ്പന ചരക്കാക്കിയവരാണ് മറ്റുള്ളവർ. സാറേ, സമയമായി, ഇറങ്ങ്. ശോശമ്മ വന്ന് വിളിച്ചു. അവളൊരു യന്ത്രം പോലെ പുറത്തേക്ക് നടന്നു. പള്ളിമുറ്റത്ത് സെബാസ്റ്റ്യൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വേഷം ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ്റെ കണ്ണുകളിലെ ആ പഴയ കുടിലത അപ്പോഴും മാറിയിരുന്നില്ല. ചുറ്റും കൂടിയ നാട്ടുകാർ പരസ്പരം മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അർദ്ധരാത്രിയിൽ ആ മുതലാളിയുടെ മകൻ വന്ന് വാതിൽ തല്ലിപ്പൊളിച്ച കഥ നാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരുടെയും നോട്ടത്തിൽ സഹതാപവും ചിലരുടെ മുഖത്ത് പരിഹാസവുമായിരുന്നു. പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിൽ സെബാസ്റ്റ്യൻ്റെ അരികിൽ നിൽക്കുമ്പോഴും സാറയുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. മന്ത്രങ്ങൾ ചൊല്ലി സെബാസ്റ്റ്യൻ മിന്നുകെട്ടാനായി അവളുടെ കഴുത്തിലേക്ക് കൈകൾ നീട്ടിയ നിമിഷം അവൾ പതിയെ കണ്ണുകൾ അടച്ചു. ആ നിമിഷം ആദമിൻ്റെ ശബ്ദം അവളുടെ കാതിലടിച്ചു. അവൻ പറഞ്ഞ വാക്കുകൾ, അവൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞ തന്നോടുള്ള പ്രണയം, കുസൃതി നിറഞ്ഞ നോട്ടം, ചുംബിച്ചുളച്ച ചുണ്ടുകൾ. നിന്നോടെനിക്ക് വല്ലാത്തൊരു പ്രേമപ്പനി എന്ന് ആദ്യമായി കുസൃതിയോടെ പറഞ്ഞ വാക്കുകൾ. വീട്ടിൽ വന്ന് തൻ്റെ മുറിയിലിരുന്ന് തൻ്റെ ചുണ്ടിൽ പകർന്നു നൽകിയ പ്രണയത്തിൻ്റെ മധുരം. അങ്ങനെ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായി അവളുടെ മനസ്സിൽ. പള്ളിപ്പറമ്പിലെ ആ പഴയ പെരുന്നാൾ വെളിച്ചവും നിന്റെ ഇച്ഛായൻ ജീവനുള്ളപ്പോൾ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് തൻ്റെ ചുണ്ടിലെ ചോര തുടച്ചു തന്ന ആദത്തിൻ്റെ കാതരമായ മുഖവുമായിരുന്നു കഴുത്തിൽ മിന്നി മാഞ്ഞത്.
കഴുത്തിൽ മിന്നു വീണതും ഇനി തനിക്കൊരു തിരിച്ചുവരവില്ലെന്ന് അവൾ ഉറപ്പിച്ചു. രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞ സെബാസ്റ്റ്യൻ്റെ കൂടെ പള്ളിപ്പടികൾ ഇറങ്ങുമ്പോൾ സാറ മനസ്സിൽ മന്ത്രിച്ചു, ഇച്ചായ, നിങ്ങൾ എവിടെയാണെങ്കിലും ജീവനോടെ ഇരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിച്ചത്. നിങ്ങളുടെ സാറ മരിച്ചു. ഇച്ചായനെ വേണ്ടെന്ന് പറഞ്ഞ നിമിഷം തന്നെ ആ സാറ മരിച്ചു. ഇതിപ്പോൾ ആ സാറയുടെ ശരീരമുള്ള മറ്റേതോ നിഴൽ മാത്രമാണ്. ആത്മാവെന്നും നിങ്ങൾക്കൊപ്പം മാത്രമായിരിക്കും. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം സാറ സെബാസ്റ്റ്യൻ്റെ വീട്ടിലെത്തി. വലിയ ആൾക്കൂട്ടമോ ആഘോഷമോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നേരം ഇരുട്ടിയതോടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പിരിഞ്ഞുപോയി. സെബാസ്റ്റ്യൻ്റെ അപ്പൻ ഉമ്മറത്തിരുന്ന് അപ്പോഴും മദ്യപിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി വന്ന് സാറയോട് അകത്തേക്ക് മുറിയിലേക്ക് കയറാൻ പറഞ്ഞു. അതവൻ്റെ സ്വന്തം അമ്മയല്ല, രണ്ടാനമ്മയാണ്. അവർക്ക് അവളെ അത്ര ഇഷ്ടപ്പെട്ട മട്ടില്ല. മുഖം കണ്ടിട്ട് ഒരു ജീവനറ്റ പ്രതിമയെപ്പോലെ അവൾ ആ മുറിയിലെ കട്ടിലിൻ്റെ ഒരു മൂലയിലേക്ക് ചെന്നിരുന്നു. തൻ്റെ ജീവിതം ഇവിടെ തീരുകയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. രാത്രി വൈകിയപ്പോഴാണ് സെബാസ്റ്റ്യൻ മുറിയിലേക്ക് വന്നത്. അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയുടൻ അവൻ വാതിൽ കുറ്റിയിട്ടു. ആ ശബ്ദം കേട്ടതും സാറയുടെ ഉള്ളിൽ ഒരു വിറയൽ പാഞ്ഞുപോയി. അവൻ കസേരയിലേക്ക് ഷർട്ടൂരിയിട്ട ശേഷം കട്ടിലിനരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ കണ്ണുകളിൽ വന്യമായൊരു നോട്ടമുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നീ ഇനി എൻ്റെ സ്വന്തമാണ്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ സാറയുടെ അരികിലേക്കിരുന്നു. അവൻ കൈ നീട്ടി അവളുടെ തോളിൽ പിടിച്ചതും അറപ്പ് തോന്നി സാറ പെട്ടെന്ന് പിന്നോട്ട് മാറി. അത് കണ്ടതും സെബാസ്റ്റ്യൻ്റെ മുഖം മാറി. അവൻ്റെ ഉള്ളിലെ ക്രൂരത പുറത്തേക്ക് വന്നു. എന്താടി, നിനക്ക് എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലേ? മാളികയ്ക്കിലെ ആ ചെറുക്കൻ തൊട്ടപ്പോൾ നിനക്കില്ലാത്ത എന്തോ കുഴപ്പമാടി എനിക്ക്. അവൻ കുറേ കാലം നിന്നെ കൊണ്ടു നടന്ന കഥയൊക്കെ എനിക്ക് അറിയാമടി. അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. പ്ലീസ് എന്നെ വിട്, സാറ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷേ അവൻ അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ആൻഡ്രൂസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി തൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് യാതൊരുവിധ സ്നേഹമോ ദയയോ കാണിക്കാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ അവളെ കട്ടിലേക്ക് ബലമായി തള്ളി. അവളുടെ ശരീരത്തോട് വളരെ ക്രൂരവും വന്യവുമായ രീതിയിലാണ് അവൻ അന്ന് രാത്രി പെരുമാറിയത്. അവളുടെ വസ്ത്രങ്ങൾ ബലമായി വലിച്ചു കീറുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അവൾ കരഞ്ഞു വിളിച്ചെങ്കിലും സെബാസ്റ്റ്യൻ്റെ ഉള്ളിലെ മൃഗത്തിന് ഒട്ടും ദയ തോന്നിയില്ല. അവളുടെ ചുണ്ടിലെ പഴയ മുറിപ്പാടിൽ വീണ്ടും ചോര പൊടിഞ്ഞു. തൻ്റെ ശരീരത്തിന് മേൽ നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ പോലും ആകാതെ സാറ കട്ടിലിൻ്റെ വിരിയിൽ കൈകൾ മുറുക്കി പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. വേദന കൊണ്ടും വല്ലാത്തൊരു അറപ്പ് കൊണ്ടും അവളുടെ ഉള്ളം തകർന്നു പോയിരുന്നു. ആ ക്രൂരതകൾക്കിടയിലും അവൾ ഓർത്തുപോയത് ആദത്തെ മാത്രമാണ്. തന്നെ എത്രയോ ബഹുമാനത്തോടെയും കാതരമായ സ്നേഹത്തോടെയുമാണ് അവൻ നോക്കിയിട്ടുള്ളത്. ആ സ്നേഹം അനുഭവിച്ച തൻ്റെ ശരീരമാണ് ഇന്ന് മറ്റൊരുത്തൻ ക്രൂരമായി നശിപ്പിക്കുന്നത്. നേരം വെളുക്കാറായപ്പോഴാണ് സെബാസ്റ്റ്യൻ അവളെ വിട്ട് എഴുന്നേറ്റ് പോയത്. അവൻ കട്ടിലിൻ്റെ മറുഭാഗത്ത് തിരിഞ്ഞു കിടന്നുറങ്ങി. ജനലഴികളിലൂടെ പുലർക്കാലത്തെ നേർത്ത വെളിച്ചം ആ മുറിയിലേക്ക് വീണു. വസ്ത്രങ്ങൾ അലങ്കോലമായി. ശരീരം മുഴുവൻ വേദനയോടെ സാറ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ നിന്നും അപ്പോഴും കണ്ണുനീർത്തുള്ളികൾ തലയിണയിലേക്ക് പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രണയവും ജീവിതവും ആ ഒരൊറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായി ചാരമായി മാറിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.